ആഗ്രഹിച്ചിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നില്ലേ? നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ മനസ്സിൻ്റെ അവസ്ഥ മാറ്റാൻ സമയമായി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരാനും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ നേടിയെടുക്കാം എന്ന് പഠിക്കാനുള്ള ഒരു സ്പേസാണിത്. ശരി, അപ്പോൾ നമുക്ക് ഇന്നത്തെ മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ പലവിധ അവസ്ഥകൾ അഥവാ നമ്മൾ സാധാരണ പറയാറുള്ള സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ കുറിച്ചാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാം. ഞാൻ നിങ്ങൾക്കൊരു പ്രോമിസ് തരാം. ഇതൊട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. സത്യത്തിൽ നമ്മുടെ പ്രപഞ്ചത്തിൽ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത് തന്നെ ഈ ഒരു രീതിയിലാണ്. നിങ്ങളെപ്പോഴും ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് ജീവിക്കുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിലെ സ്ഥിരമായ ചിന്തകളും ആഴത്തിലുള്ള വിശ്വാസങ്ങളും ചേർന്നാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ റിയാലിറ്റി തിരഞ്ഞെടുക്കുന്നത്. നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള ആന്തരിക വിശ്വാസങ്ങളാണ് ഈ മനസ്സിൻ്റെ അവസ്ഥ രൂപപ്പെടുത്തുന്നത്. പക്ഷേ ഏറ്റവും വലിയ സന്തോഷ വാർത്ത എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും മാറ്റാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ഏത് റിയാലിറ്റിയും നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ ഏറ്റവും മികച്ച ഒരു വേർഷനായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ ഒന്നും അസാധ്യമായിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മാറ്റാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? അത് പറയാം. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് അനുഭവിക്കേണ്ടത്, അതായത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് ചിലപ്പോൾ ഒരു പ്രത്യേക വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ പണം, അല്ലെങ്കിൽ വിജയം, നല്ലൊരു വീട്, ജോലി, അങ്ങനെ എന്തോ ആകാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ആ ആഗ്രഹിച്ച കാര്യം ഇതിനകം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതുപോലെ ഒരു റിയാലിറ്റി മനസ്സിൽ സെലക്ട് ചെയ്യുക. അതായത് ആ കാര്യം കയ്യിലുള്ള ഒരു വ്യക്തി എങ്ങനെയാണോ ചിന്തിക്കുക അതേപോലെ ചിന്തിക്കാൻ തുടങ്ങുക. ഈ മാനിഫെസ്റ്റിംഗ് എന്നും അഫർമേഷനും എന്നൊക്കെ പറയുന്നത് ലളിതമായി പറഞ്ഞാൽ ആഗ്രഹിച്ച കാര്യം ഇപ്പോൾ തന്നെ സ്വന്തമാക്കിയ ഒരു വ്യക്തിയെപ്പോലെ ചിന്തിക്കുക എന്നത് മാത്രമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടൊരു വ്യക്തിയെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, എനിക്കാരുമില്ല, അവർ എന്നെ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ വല്ലപ്പോഴും മാത്രമാണ് എന്നോട് സംസാരിക്കുന്നത് എന്ന രീതിയിലുള്ള ചിന്തകൾ മാറ്റണം. കാരണം ഇത്തരം ചിന്തകളിലൂടെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ പങ്കാളി നിങ്ങളെ അവഗണിക്കുന്ന ഒരു റിയാലിറ്റി മാത്രമാണ്. അതിനു പകരം നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാം: ഞാനാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. ഞങ്ങളുടേത് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഹെൽത്തിയായ ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ, എനിക്ക് പണം സമ്പാദിക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ എപ്പോഴും റിച്ചാണ്. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എപ്പോഴും ആവശ്യത്തിലധികം പണമുണ്ട്. എൻ്റെ ഇൻകം ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു പുതിയ അവസ്ഥയിലേക്ക് മാറും. പ്രശസ്ത ആത്മീയ ചിന്തകനായ നെവിൽ ഗോഡാർഡ് പറഞ്ഞ പോലെ എല്ലാം തുടങ്ങുന്നത് നമ്മളിൽ നിന്നാണ്. നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ഇതിനകം തന്നെ അനുഭവിച്ച് ജീവിക്കുന്ന നിങ്ങളുടെ ഒരു വേർഷൻ ഈ പ്രപഞ്ചത്തിൽ എവിടെയോ ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പങ്കാളിയോടൊപ്പം അതീവ സന്തോഷത്തോടെ ജീവിക്കുന്ന, അല്ലെങ്കിൽ തൊട്ടതൊക്കെ പൊന്നാക്കുന്ന, ഒരു മാസ്റ്റർ മാനിഫെസ്റ്ററായ, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന, എപ്പോഴും ധനവാനായിരിക്കുന്ന നിങ്ങളുടെ ഒരു വേർഷനും നിലവിലുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ നെഗറ്റീവ് ചിന്തകളിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ഒരു അൺലക്കി വേർഷനെയാണ്. എനിക്കൊന്നിനും ഭാഗ്യമില്ല, റിലേഷൻഷിപ്പിൽ എപ്പോഴും പരാജയമാണ്, ഓഫീസിൽ എന്നും പ്രശ്നങ്ങളാണ്, വഴിയിലിറങ്ങിയാൽ ഫുൾ ട്രാഫിക് ബ്ലോക്കാണ് എന്നൊക്കെ പരാതി പറയുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് നിങ്ങൾ ആ റിയാലിറ്റിയെ വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള നല്ല കാര്യങ്ങൾ അങ്ങ് സെലക്ട് ചെയ്തൂടെ? ചെറിയ കാര്യങ്ങൾ പോലും ഇങ്ങനെയാണ്, ആരും എനിക്ക് വേണ്ടി വഴിമാറിത്തരാൻ തയ്യാറല്ല എന്ന് നിങ്ങൾ സ്ഥിരമായിട്ട് പരാതിപ്പെടുമ്പോൾ, കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, എന്ന് പറയാൻ തക്കവണ്ണമുള്ള അനുഭവങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഇതൊക്കെ മാറ്റാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ആ ചെറിയ നെഗറ്റീവ് ചിന്തകളെ മാറ്റിപ്പിടിക്കുക. എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്, ഞാൻ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ റിയാലിറ്റി നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ച് മാറാൻ നിർബന്ധിതമാകും.
നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഇരുന്നു കൊണ്ട് മറ്റൊരു സ്റ്റേറ്റിൻ്റെ അനുഭവം ഉണ്ടാക്കാൻ കഴിയില്ല. അതായത് ഞാനൊരു ഭാഗ്യമില്ലാത്തവനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യമുള്ള ഒരാളായിട്ട് മാറാൻ കഴിയില്ല. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഭാഗ്യം വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളൊരു ഭാഗ്യവാനായ വ്യക്തിയാണെങ്കിൽ എങ്ങനെ ചിന്തിക്കുമോ ആ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുക എന്നതാണ്. നിങ്ങളുടെ മനസ്സുകൊണ്ടല്ലാതെ നിങ്ങൾക്കൊരു പുതിയ സ്റ്റേറ്റിലേക്ക് ഫോഴ്സ് ചെയ്ത് കയറാൻ പറ്റില്ല. ചിന്തകളിലൂടെ മാത്രമേ അത് സാധിക്കൂ. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ വളരെ മെലിഞ്ഞിരിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് നല്ല മസിലൊക്കെ വെക്കണമെങ്കിൽ പഴയതുപോലെ ദിവസവും 3 ബദാം മാത്രം കഴിച്ച് ജീവിച്ചാൽ മസിൽ ഉണ്ടാവില്ലല്ലോ. ലോജിക്കലായി പറഞ്ഞാൽ പ്രോട്ടീൻ ഫുഡ് കഴിക്കുകയും വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുകയും വേണം, അല്ലേ? ചിന്തകളുടെ കാര്യം ഇതുപോലെ തന്നെയാണ്. പഴയ അൺലക്കി ചിന്തകൾ വെച്ചുകൊണ്ട് പുതിയൊരു ലക്കി ലൈഫ് ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ഭാഗ്യവാനായ വ്യക്തിയെ പോലെ ചിന്തിക്കണം. നിങ്ങൾ പുതിയ ചിന്തകൾ ആവർത്തിച്ച് തുടങ്ങുമ്പോൾ പുതിയ അനുഭവങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ആ സ്റ്റേറ്റിൽ തന്നെ തുടരണമെങ്കിൽ നിങ്ങൾ അതിൽ സ്ഥിരത പുലർത്തണം. അതായത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നമ്മുടെ മനസ്സിൽ ഇടയ്ക്ക് സംശയങ്ങൾ വരാം. ആ സംശയങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിച്ചാൽ നമ്മൾ പഴയ നെഗറ്റീവ് സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു പോകും. പക്ഷെ അതിൽ പേടിക്കേണ്ടതില്ല. പെട്ടെന്ന് തന്നെ സ്വയം തിരുത്തുക. ഞാൻ ആ ഭാഗ്യമുള്ള ആളാണ്, കാര്യങ്ങളൊക്കെ എനിക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞ് വീണ്ടും പോസിറ്റീവ് സ്റ്റേറ്റിലേക്ക് വരിക. നിങ്ങളൊരു പുതിയ റിയാലിറ്റിയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. നെഗറ്റീവ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ ലോട്ടറി അടിച്ചാൽ പോലും നിങ്ങൾക്ക് നഷ്ടം വരും. എപ്പോഴും ട്രാഫിക് ബ്ലോക്കിൽ പെടും. എന്നാൽ നിങ്ങൾ ലക്കി സ്റ്റേറ്റിലോട്ട് മാറുമ്പോൾ ഒരു ചെറിയ വേദനയോ ബുദ്ധിമുട്ടോ പോലും നിങ്ങളെ തേടി വരില്ല. ആളുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. റോഡ് ക്ലിയർ ആയിരിക്കും. അപ്രതീക്ഷിതമായി നല്ല കാര്യങ്ങൾ സംഭവിക്കും. ഇത്തരം പോസിറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ സന്തോഷം വരും. നെഗറ്റീവ് സ്റ്റേറ്റിൽ നമ്മളൊരു തോറ്റവനെ പോലെ ഇരിക്കുമ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റിൽ നമ്മൾ ഫുൾ ഹാപ്പി പാക്കേജിലാണ്. ഇത് പതിവാകുമ്പോൾ ഈ ലക്കി സ്റ്റേറ്റ് നിങ്ങളുടെ സ്ഥിരമായ വീടായിട്ട് മാറുന്നു. പലരും പറയാറുണ്ട്, ആദ്യം ഒരു കാര്യം പൂർണ്ണമായിട്ട് വിശ്വസിക്കൂ, എങ്കിലേ അത് നടക്കുമെന്ന്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ. ആദ്യം നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായാലും കുഴപ്പമില്ല. ആ വേർഷനായിട്ട് ജീവിക്കാൻ തുടങ്ങുക. റിസൾട്ട് കണ്ടു കഴിയുമ്പോൾ വിശ്വാസം തനിയെ വന്നോളൂ. നിങ്ങൾക്കിത് ഭയങ്കര പാടാണ്, ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ മനസ്സിൽ ആ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിക്കാം. നിങ്ങളൊരു സിനിമയിൽ അഭിനയിക്കുകയാണെന്ന് വിചാരിക്കാം. ആ സിനിമയിലെ നിങ്ങളുടെ കഥാപാത്രത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആ ക്യാരക്ടർ എങ്ങനെയായിരിക്കും സംസാരിക്കുക, എങ്ങനെയായിരിക്കും ചിന്തിക്കുക, മറ്റുള്ളവരോട് എങ്ങനെയായിരിക്കും പെരുമാറുക, അതൊക്കെ ആലോചിച്ച് മനസ്സിൽ കാണുക. ഇങ്ങനെ ആവർത്തിച്ച് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ശീലമായിട്ട് മാറും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അസാധ്യമല്ലെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണെന്നോ അതെങ്ങനെ മാറുമെന്നോ ഓർത്ത് വ്യാകുലപ്പെടേണ്ടതേയില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രം. ആഗ്രഹം സാധിച്ച ആ വ്യക്തിയുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഇപ്പോൾ ഈ നിമിഷം തന്നെ നിങ്ങളുടെ മനസ്സിൽ ജീവിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്